ഹലോ, നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവാണയാണ്. അതിനായി ആദ്യം മസാലക്കൂട്ട് തയ്യാറാക്കണം. മസാലക്കൂട്ടിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് ഒരു അരനാരങ്ങയുടെ നീര് നന്നായി പിഴിഞ്ഞൊഴിച്ച് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനിലേക്ക് ഈ മസാലക്കൂട്ട് നന്നായി തേച്ച് കൊടുക്കാം. അതിനായി ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനെടുത്ത് മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ മീനും എടുത്ത് അതിലേക്ക് മസാലകൾ പുരട്ടി കൊടുക്കാം. ഓരോ മീനെടുത്ത് മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ ഓരോ മീനും എടുത്ത് നമുക്ക് നല്ല രീതിയിൽ മസാല പുരട്ടി വെക്കാം. ഇത് കൈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ഹസ്ബൻഡാണ് കുക്ക് ചെയ്ത് തരുന്നത്. എനിക്ക് കുറേ നാളായി, 1 വർഷത്തിൽ കൂടുതലായി അടുക്കളയിലൊക്കെ കയറിയിട്ട്. ആക്സിഡൻറ്റിന് ശേഷം പിന്നെ കുക്കിങ്ങൊന്നും പറ്റാറില്ല. ഹസ്ബൻഡാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഫിഷ് തവ ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻ പാനിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ഇതൊരു 70% മാത്രം വെന്താൽ മതി. നന്നായി വേവണമെന്നില്ല. അപ്പോൾ മീനിൻ്റെ വേവ് നോക്കിയിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇടാം. അപ്പോൾ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡും കൂടെ വേവുന്നവിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പാനിൽ 2 മീൻ വെച്ച് ഫ്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 4 മീനാണ് ആകെ ഉള്ളത്. അപ്പോൾ അത് 4 നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വാഴയില വാട്ടി നമ്മൾ ചട്ടിയുടെ ഭാഗത്തിന് കട്ട് ചെയ്ത് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് തേങ്ങയുടെ 1/4 പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളയ്ക്കുന്നവിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മീനിൻ്റെ എല്ലാ ഭാഗത്തും തേങ്ങാപ്പാലെത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി നല്ല അടിപൊളി ഫിഷ് നിർവാണ നമുക്ക് കഴിക്കാം.
ഇതിന് പറ്റിയ കോമ്പിനേഷൻ പൊറോട്ട, അപ്പം ഒക്കെയാണ്. ഞങ്ങൾ ഇവിടെ പൊറോട്ടയുടെ കൂടെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.